നമ്മൾ എത്ര തന്നെ ഉയർന്ന ആളുകളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ആണായാലും പെണ്ണായാലും അവിഹിതങ്ങൾ പറ്റിപ്പോകുന്നത്. ഇത് 100% ആളുകൾക്കും ശ്രദ്ധക്കുറവുണ്ടെങ്കിൽ ഇതിൽ പെട്ടുപോകും എന്ന കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല. അതിൻ്റെ കാരണം ഞാൻ പറയാം. സ്ത്രീകളുടെ ഒരു സൈക്കോളജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ മിങ്കിളായിട്ട് മിക്സഡ് ആയിട്ടൊക്കെ പെരുമാറുന്ന സ്ഥലത്ത് സ്ത്രീകളുടെ ഒരു സൈക്കോളജി, അത് സ്ത്രീകളും മനസ്സിലാക്കണം, പുരുഷന്മാരും മനസ്സിലാക്കണം. അത് ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള ഒരു സാന്നിധ്യം, ഒന്നിച്ച് ചേരാനോ വർത്താനം പറയാനോ കൂടെ നിൽക്കാനോ അവസരം കിട്ടുമ്പോൾ ഒരു സ്ത്രീക്ക് ഒന്നും തോന്നൂല. ഒരു ചീത്ത ഉദ്ദേശം ഒരാണിനെ കിട്ടി ഒന്ന് സംസാരിക്കാം ഒന്നും തോന്നൂല. എന്നാലും ഒരു പുരുഷന്റെ മനസ്സെങ്ങനെ വെച്ചാൽ, ഒരു സ്ത്രീ നമ്മൾ ബസ്സിലാണെങ്കിൽ പോലും തൊട്ടടുത്ത് വന്നിരുന്നാൽ അപ്പം തന്നെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു പുരുഷന് ആദ്യ സമയത്ത് തന്നെ ഒരു സ്ത്രീയോടുള്ള താല്പര്യങ്ങൾ അയാളുടെ ഉള്ളിൽ പ്രവർത്തിക്കും. ഒരു സ്ത്രീക്ക് ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു ദുരുദ്ദേശം പുരുഷനുണ്ട് എന്ന് മനസ്സിലാവൽ വളരെ അവസാനമായിരിക്കും. അതുകൊണ്ടൊരു സ്ത്രീ നമ്മളോട് സഹകരണ രൂപത്തിൽ പെരുമാറുമ്പോൾ അതൊക്കെ എന്നോട് കാണിക്കുന്ന ഒരു അവിഹിത സഹകരണമാണെന്ന വലിയൊരു തെറ്റിദ്ധാരണ പുരുഷനുണ്ടാവുകയും ആ നിലക്കുള്ള സമീപനത്തിലേക്ക് പുരുഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു സ്ത്രീക്ക് അത് മനസ്സിലാകാതെ വരികയും ചെയ്യും. അവസാനം എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയും. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും മനസ്സിലാക്കണം, നിങ്ങളൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എന്താ വെച്ചാൽ, ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രണ്ടുപേരും ആരുമില്ലാത്തൊരിടത്തിരുന്ന് ദീർഘനേരം സംസാരിക്കരുത്. നിങ്ങളുടെ ഓഫീസിൽ ഒരു ലേഡി മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കണം. ഒരു ലേഡിയും കൂടി വന്നോട്ടെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷനും വന്നോട്ടെ. ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കുവാൻ ഇടമുണ്ടായാൽ ആ സംസാരം അവിഹിതത്തിലേക്ക് വഴിമാറും. അത് 100% നബി താക്കീത് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ തെറ്റിലേക്ക് പോകും, അതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തത്, അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഒരു അന്യ സ്ത്രീയോടും അന്യ പുരുഷനും തമ്മിൽ സംസാരിക്കുമ്പോൾ അവർക്ക് എന്താവശ്യമുണ്ടോ അതേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ കുലിൻ്റെ കൗലം മാറൂഫ. നിങ്ങളുടെ ഓഫീസാണെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യം സംസാരിക്കാം, നിങ്ങളുടെ ഓഫീസിലെ ഡ്യൂട്ടി സംസാരിക്കാം. അതല്ലാത്ത മറ്റു ഫ്രണ്ട്ഷിപ്പ് പരമായ സംസാരങ്ങളിലേക്ക് പോകാൻ പറ്റൂല. കാരണം എല്ലാ അവിഹിതങ്ങളുടെയും ആദ്യ സ്റ്റേജ് ഫ്രണ്ട്ഷിപ്പാണ്. ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് വീട്ടിലത്തെ കാര്യങ്ങൾ പറയാം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറയാം, പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കുക. ഇതിലേക്ക് വന്നാൽ അതിൻ്റെ അടുത്ത ഘട്ടം അവിഹിതമാണ്, അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആദ്യ ഘട്ടങ്ങളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും, അടുത്ത ഘട്ടങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാവൂല. അതുകൊണ്ട് ഈ സൂക്ഷ്മത നമുക്കുണ്ടോ, അത് നമ്മുടെ കണ്ണിനെ സൂക്ഷിക്കുക, സംസാരത്തെ സൂക്ഷിക്കുക, എങ്കിൽ നമുക്ക് ആ നിയന്ത്രണം സാധ്യമാകും. ഇനി പെട്ടുപോയവരോട് ഞാൻ പറയാനുള്ള കാര്യമാണ്, ആർക്കെങ്കിലും അങ്ങനെ വല്ല അവിഹിത ബന്ധങ്ങളും മനസ്സിൽ കൊണ്ടടക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ചാറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ അപകടത്തിൽപ്പെടും. കാരണം നിങ്ങളത് നിർത്താത്തിടത്തോളം കാലം അതിന് സ്വാഭാവികമായ ഒരു പരിണിതി ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അറിയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് അറിയുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവിവേകങ്ങൾ സംഭവിക്കുന്നു, അബദ്ധങ്ങൾ സംഭവിക്കുന്നു, നിങ്ങളുടെ മാനം പോകും, നിങ്ങളുടെ മക്കൾ പോകും, നിങ്ങളുടെ എല്ലാ മാന്യതയും പോകും. ഒരു സംശയമില്ല. കാരണം അത് വളരും, അതൊരു അപകടത്തിലേക്ക് പരിണമിക്കും. നിങ്ങൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ശ്രദ്ധിച്ച് കൊണ്ടുപോകാമെന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമേ അല്ലത്. അതൊരു അപകടത്തിലേക്ക് പെട്ടു. അതുകൊണ്ടാണ് വലാ തഖ്റബൂ, നിങ്ങൾ അടുത്തു പോകരുത് പറഞ്ഞു. അടുത്താൽ എത്തും, അതിൻ്റെ പരിസരത്ത് നിൽക്കുന്നവൻ അതിൽ പതിക്കും. അങ്ങനത്തെ ഒരു രോഗം, അങ്ങനത്തെ ഒരു അപകടം സെക്സ് മാത്രമേ ഉള്ളൂ. പരിസരത്ത് ചെന്നാൽ അപകടത്തിൽപ്പെടുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, അതിലേക്ക് എത്തും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇത്രയും പെട്ടെന്ന് ഇന്നാ നമ്പർ ഉണ്ടെങ്കിൽ ഈ പ്രൊഫൈസ് കഴിയുമ്പോൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക, ബന്ധം ഒഴിവാക്കുക. വേണമെങ്കിൽ ഒരു മെസ്സേജ് ലാസ്റ്റ് ഇടാം ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഇത് അപകടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഇന്നൊരു പ്രോഗ്രാം ഞാൻ പങ്കെടുത്തിരുന്നു, ഇതിവിടെ തീർന്നു എന്ന് നിങ്ങൾക്ക് ഇന്ന് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തരുന്നൊരു കാവലാണ്. ഇന്നത് പറയാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ആ അപകടങ്ങളുടെ ദുരന്തം അനുഭവിച്ചു മാത്രം നിങ്ങൾ ഇന്ന് പിൻവാങ്ങും. എന്തായാലും പിൻവാങ്ങേണ്ടി വരും. ഒരു ദിവസം ഒരു അപകടത്തിലും അപമാനത്തിലും വിട്ടിട്ട് അതിന് പിൻവാങ്ങുക.